അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാന്തപ്പയും മൂർത്തിയും ഞാനും കോടമ്പാക്കത്തെ ആ മുറിയിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ മട്ടന്നൂരിലുള്ള എൻ്റെ സുഹൃത്തും ഒന്നിച്ച് പഠിച്ച ആളും പാട്ടുകാരനുമൊക്കെയായ ദാമോദരൻ വളരെ കാലത്തിന് ശേഷം എന്നുവെച്ചാൽ കോളേജ് വിട്ടതിന് ശേഷം ഞാനും ദാമോദരൻ തമ്മിൽ കണ്ടിരുന്നില്ല. എന്നെ കാണാനായിട്ട് മാത്രം ശരിക്കും പറഞ്ഞാൽ മദ്രാശിയിൽ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ആ കുടിസുമുറിയിൽ ദാമോദരൻ വന്ന ദിവസം ഞങ്ങളൊരു 10 മണിയായപ്പോൾ ചില ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് കഴിച്ചു. പുറത്ത് ഹോട്ടലിലൊന്നും പോകാനുള്ള വകുപ്പില്ല, ദാമോദരൻ്റെ കയ്യിലും പൈസ ഒന്നുമില്ല. അങ്ങനെ ഒരു അധികം വെളിച്ചമില്ലാത്ത റോഡിൽ കൂടി ഞങ്ങൾ താമസിക്കുന്ന മുറിയുടെ മുമ്പിലുള്ള അധികം തിരക്കില്ലാത്ത ഒരു റോഡാണ്. ചില മലയാളികളുടെ ചായക്കടകളും ഒറ്റപ്പെട്ട ചില മുറുക്കാൻ കടകളും അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ രാത്രി ഈ 10 മണി കഴിഞ്ഞതുകൊണ്ട് വെളിച്ചവും വളരെ കുറവാണ്. അപ്പോൾ അവിടെ തമിഴിൽ പറയുന്ന മാട്ടുവണ്ടി എന്ന് വെച്ചാൽ ഈ കാളകൾ വലിച്ചുകൊണ്ട് പോകുന്ന ഈ ട്രക്കിൻ്റെ ഒക്കെ വീൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു തരം വണ്ടി, അതിൽ 6-7 പേരിരുന്ന് മദ്യപിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. തമിഴരാണ്. ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് നടക്കുകയാണ്. പെട്ടെന്ന് 2-3 പേര് ഞങ്ങളുടെ നേരെ ചാടി വീണിട്ട് എന്നോട് ഒരു ഭീകരനായ കറുത്ത തടിയൻ എന്താണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്തോ പറഞ്ഞു. പിന്നെ അയാൾ സർവ്വശക്തി ഉപയോഗിച്ച് എൻ്റെ മുഖത്തിന് നേരെ ഒറ്റ ഇടിയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. കാരണം നമ്മൾ അക്ഷരാർത്ഥത്തിൽ പൊന്നീച്ച പറക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ഉള്ളൂ. അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലായത് അന്നാണ്. മരവിച്ചുപോയി, തരിച്ചുപോയി. ശാന്തപ്പയും മൂർത്തിയും ദാമോദരനും എങ്ങോട്ടോ ഓടി. എനിക്ക് ഓടാൻ തന്നെയുള്ള ശേഷിയോ ബുദ്ധിയോ ഇല്ലാതായിപ്പോയി. ഓടിയപ്പോൾ ഈ എന്നെ ഇടിച്ച ആളും മറ്റുള്ള ആളുകളും എല്ലാം ചേർന്ന് ഓടിപ്പോയവരാണ് കുറ്റവാളികൾ എന്നുള്ള മട്ടിൽ അവരുടെ പിന്നാലെ ഓടി. ദാമോദരൻ ആദ്യമായിട്ട് മദ്രാശിയിൽ വരികയാണ്. ഞാനുമായിട്ട് സൗഹൃദം പങ്കിടാൻ, ഞാനുമായിട്ട് കുറച്ച് സമയം രസങ്ങൾ പറയാൻ. ദാമോദരൻ്റെ ജീവിതത്തിലെ തന്നെ ഒരു കള്ളരാത്രിയായി അത് മാറി. ഞാൻ നോക്കുമ്പോൾ ദാമോദരനെ ഈ ഓടിച്ചെന്ന ആളുകൾ ഇടിക്കുകയാണ്. എന്തിനാണ് ഇടിക്കുന്നത് ദാമോദരൻ അറിയില്ല. നിരപരാധിയായ ദാമോദരൻ. പിന്നെ ശാന്തപ്പയും മൂർത്തിയും ഏതോ വഴി ഓടിപ്പോയി. കുറേ പേര് അവരെ പിന്തുടർന്ന് അങ്ങോട്ട് പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ സമയം ഞാൻ അവിടെ തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പൊന്നീച്ചൊക്കെ പറന്നുപോയി. എന്തിനാണ് അടിച്ചത്? എന്താണ് കാര്യം? ഇവരാരാണ്? ഞാൻ മുറിയുടെ ഭാഗത്തേക്ക് നടന്നു. അപ്പോഴേക്കും ഏതൊക്കെയോ വഴികളിലൂടെ ദാമോദരനും മൂർത്തിയും ശാന്തപ്പയൊക്കെ അവിടത്തേക്ക് ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് സംസാരിച്ചു. ദാമോദരൻ എപ്പോഴും വേദന കൊണ്ട് കരയാണ്. മൂർത്തി എന്താണ് കാര്യം? മൂർത്തി പറഞ്ഞു ഒന്നും അറിയില്ല. ആരാണ് എന്താണെന്ന് അറിയില്ല. നമുക്കറിയാത്ത ആളുകളാണ്. എന്തിനാണ് അടിച്ചത് അതും അറിയില്ല. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം. ഇവിടെയുള്ള മൂർത്തി സ്ഥിരമായിട്ട് എക്സസൈസൊക്കെ ചെയ്യുന്ന കുറേ ഇരുമ്പ് ഉണ്ടകളും ചില ലിവറുകളും ഒക്കെ അതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മൂർത്തി പറഞ്ഞു എന്തിനാ? ഞാൻ പറഞ്ഞു ഇന്ന് എന്നെ ഇടിച്ചവനെ ഞാൻ കൊല്ലാതെ വിടില്ല എന്ന് പറഞ്ഞു. ദാമോദരനെ ഇടിച്ചവനെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. മൂർത്തി എന്നെ സമാധാനിപ്പിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ ഇല്ലയോ? അനാവശ്യമായിട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ജീവിതം അവസാനിപ്പിക്കാം. അല്ലാതെ പിന്നെ നമ്മൾ തെറ്റും ചെയ്യാതെ ഒരു തെറ്റില്ലാതെ നമ്മളെങ്ങനെ എങ്ങനെ മനസ്സിന് താങ്ങാൻ പറ്റും? എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ശാന്തപ്പയും ദാമോദരൻ പാവം അവനും കൈ കിട്ടിയ ചില വടികളൊക്കെ ആയിട്ട് രാത്രി റോഡിലേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് അടി കിട്ടിയ സ്ഥലം ഞങ്ങൾ നോക്കിയപ്പം അവിടെ ആ മാട്ടുവണ്ടിയുമില്ല, ഈ ആൾക്കാരുമില്ല, ഒന്നുമില്ല. കുറേ നേരം ആവേശം തണുക്കാതെ ഞങ്ങൾ റോട്ടിൽ അങ്ങോളം ഇങ്ങോളം നടന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ ആയുധങ്ങളായിട്ട് റോഡിലൂടെ നടക്കുമ്പോൾ ചായക്കടക്കാരൻ, ഞങ്ങളിടയ്ക്ക് ചായ കുടിക്കാറുള്ള ഒരു ചായക്കട നടത്തുന്ന വാസു എന്ന് പറയുന്ന ആൾ ഞങ്ങളെ കണ്ടു. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് ഈ ദുഃഖമായിട്ട് നടക്കുന്നത് എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇങ്ങനൊരു സംഭവം വിശദീകരിച്ചു.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമല്ല ഈ ഏരിയയിൽ താമസിക്കുന്ന പലർക്കും ഇടി കിട്ടിയിട്ടുണ്ട്. അത് അവിടെ ആ ചുറ്റുപാടിൽ എവിടെയോ ഒരു ബ്രോത്തൽ ഹൗസ് ഉണ്ടത്രേ. അവിടെ ഇതാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ പരിസരത്ത് താമസിക്കുന്ന ആരൊക്കെയോ പോലീസിൽ ഫോൺ ചെയ്യുകയും ഉടനെ അവിടെയുള്ള ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുകയും ചെയ്തിട്ട് അവർക്ക് ഉപദ്രവമായി. ആ സ്ഥാപനം നടത്തുന്ന ആൾക്കാരാണ് അത്ര ഇവർ. അപ്പോൾ ഇത് പോലീസിന് ഇൻഫോം ചെയ്ത ആളുകൾ ഈ ഏരിയയിലുണ്ട്. അവരെയൊക്കെ ആരാണെന്നറിയാത്തതുകൊണ്ട് എല്ലാവരും ഇടിക്കുക എന്ന് പറയുന്ന ഒരു പോളിസിയാണത്രേ. ഈ എന്നെ ഇടിച്ച ആളുടെ രൂപവും ഭാവവും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ വാസു പറഞ്ഞു, അയാൾ തന്നെ, അയാളുടെ പേര് ഏഴിമല എന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ ഏഴിമല എൻ്റെ മനസ്സിൽ ഒരു 8 മലയായിട്ട് ഇങ്ങനെ നിന്നു. അന്ന് ഏഴിമലയെ കിട്ടിയില്ല. പല ദിവസങ്ങളിലും ഏഴിമലയെ ഞാൻ ദുസ്വപ്നം കാണുകയും നേരിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു ദിവസം സണ്ണിയോട് വളരെ വിഷമത്തോടെ ഉണ്ടായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എനിക്ക് വല്ലാത്ത മാനസിക വിഷമമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സണ്ണി ഇങ്ങനെ വളരെ നേരം ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വിഷമം മാറാൻ ഒരു വഴിയേ ഉള്ളൂ. ഞാൻ എന്താണ്? എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ വിഷമം മാറ്റിയേ പറ്റുള്ളൂ. ഏഴുമലയെ നമുക്ക് കൊന്നുകളയാം. അവൻ ഈ ഭൂമിയിൽ ഇനി ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല. എനിക്കറിയോ, എനിക്കും ഇതുപോലെ ചില തമിഴന്മാരുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെയും കൂടി പ്രതികാരം തീർക്കാൻ ഇതാണ് സന്ദർഭം. അപ്പോൾ ഞാൻ ചോദിച്ചു, കൊല ചെയ്യാൻ വേണം, മടിക്കരുത്, ആത്മാഭിമാനം വേണം മലയാളിക്ക്. ഏഴുമലയെ കൊല്ലണം, ഇതല്ലാതെ ഇതിന് മറ്റൊരു പ്രതിവിധിയില്ല. അപ്പോൾ എനിക്കൊരു ആവേശമുണ്ടായി. ശരിയാണ്, ഏഴുമലയെ കൊല്ലണം. അവൻ ഈ ഭൂമുഖത്തിന് ജീവിച്ചിരിക്കാൻ പാടില്ല. അങ്ങനെ രാത്രിയുടെ ഏകാന്തയാമങ്ങളിൽ ഞങ്ങൾ ഗൂഢാലോചന നടത്തി. അപ്പോൾ എന്നോട് സണ്ണി ചോദിച്ചു, ഏഴിമലയ്ക്ക് പകൽ സമയത്ത് തന്നെ കണ്ടാൽ മനസ്സിലാവുമോ? ഞാൻ പറഞ്ഞു, എന്നെ കണ്ടാൽ മനസ്സിലാവേണ്ട കാര്യമില്ല. കാരണം ഏഴിമലയെ ഞാൻ തല്ലിയിട്ടില്ലല്ലോ. ഇരുട്ടിൽ വെച്ച് ഏഴിമല എന്നെ തല്ലിയല്ലേ ഉണ്ടായതുള്ളൂ. ഞാൻ ആരാണ്, എൻ്റെ മുഖം എന്താണ് എന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ ശക്തമായ വ്യക്തമായ ഒരു പ്ലാനോടുകൂടി വേണം ഏഴിമലയെ കൊല്ലാൻ. ഞാൻ ചോദിച്ചു, എന്താണ് ആ പ്ലാൻ, പറയൂ. അത് മറ്റൊന്നുമല്ല, താൻ ഏഴിമലയുമായി ഒരു സൗഹൃദം സ്ഥാപിക്കണം. ഞാൻ ചോദിച്ചു, അതെങ്ങനെ? അതേ ഉള്ളു വഴി. സൗഹൃദം സ്ഥാപിച്ച് അയാളിൽ ഒരു വിശ്വാസം ജനിപ്പിച്ച് നമ്മൾ അയാളെ ഒരു കാറിൽ കയറ്റുന്നു. നമ്മൾ ചായ വാങ്ങിച്ചു കൊടുക്കുന്നു, നമ്മൾ ചോറ് വാങ്ങിച്ചു കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ കടപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് നമ്മൾ എന്തെങ്കിലും കയറോ അല്ലെങ്കിൽ മാരകായുധങ്ങളോ, അത് താൻ തന്നെ ചെയ്താൽ മതി, തനിക്കാണല്ലോ ആ വിഷമം ഉണ്ടാവുക. അങ്ങനെ കഴുത്ത് ഞെരിച്ച് നമ്മൾ ഏഴിമലയെ കൊല്ലുന്നു. ഒരു കടലിലേക്കിടാം. അപ്പം ഞാൻ പറഞ്ഞു, ഈ കാർ ഏതാണ്? കാറ് പരിചിത വലയത്തിൽ കാറില്ലേ? പരിചിത വലയത്തിൽ കാറിൽ ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് കാറ് വിളിക്കുമ്പോൾ അതൊക്കെ നമ്മളെ സഹായിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ രഹസ്യം സൂക്ഷിക്കാൻ പറ്റുന്ന ആളെ ആയിരിക്കണ്ടേ. അത് നമ്മൾ പൈസ കൊടുത്താൽ കാറ് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ കടപ്പുറത്തേക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടുപോയിട്ടില്ല ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അതിനെപ്പറ്റി ഭയപ്പെടാനില്ല. കാറിന് കൊടുക്കാൻ 1000 രൂപ വേണ്ടി വരും. പിന്നെ ഏഴിമലയുമായിട്ട് സൗഹൃദത്തിലാവാൻ ചിലപ്പോൾ അയാൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നേക്കാം. അങ്ങനെ ഒരു മൊത്തം കണക്കൂട്ടി നോക്കിയപ്പോൾ ആയുധങ്ങൾ മറ്റേതൊക്കെ നോക്കുമ്പോൾ ഒരു 2500 രൂപയെങ്കിലും ഈ കൊലപാതകത്തിന് വേണമെന്ന് മനസ്സിലായി. അപ്പോൾ അന്ന് ഞാൻ ഒരു മാസം ജീവിക്കുന്നത് 75 രൂപ വെച്ചിട്ടാണ്. ഈ 2500 രൂപ എവിടെ നിന്നുണ്ടാക്കും? ഞാൻ ചോദിച്ചു, 2500 രൂപ വേണം? 2500 രൂപ എന്തായാലും വേണ്ടി വരും. അങ്ങനെ ദിവസങ്ങളോളമുള്ള ആ പ്ലാൻ, ശരിക്കും പറഞ്ഞാൽ 2500 രൂപ ഞാൻ ചിന്തിച്ചു പോയത് ഇതാണ്, പാവപ്പെട്ട ആളുകൾക്ക് ഒരു കൊല ചെയ്യാനുള്ള സൗകര്യം ഇവിടെയില്ലേ? പണമില്ലാത്ത ആളുകൾക്ക്
ഈ നാട്ടിൽ കൊല ചെയ്യണ്ടേ? സത്യത്തിൽ ആ കൊല ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല, പണമില്ലാത്തതുകൊണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു കൊലപാതക കേസിൽ ഗൂഢാലോചന എന്ന് പറയുന്നത് തന്നെ കൊലക്കുറ്റത്തിന് തുല്യമാണ്. പ്രേരണ കുറ്റം എന്ന് പറയുന്നത് കൊലയേക്കാൾ വലിയ കുറ്റമാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഞാനൊരു കൊലക്കേസ് പ്രതിയാണെന്ന്. ഏഴുമലയെ ഞാൻ കൊന്നിട്ടില്ല, അയാൾ മരിച്ചു പോയിട്ടുണ്ടാവാം. ഈ നാട്ടിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു തോക്കും ഒരു ജീപ്പും നല്ലൊരു ക്രിമിനലിന് കൊടുക്കാനുള്ള ഇഷ്ടം പോലെ കാശും കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊല ചെയ്യാവൂ. എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ.